കഥ തുടരുകയാണ്. ഉന്മാദം ഭാഗം 30. എല്ലാ കമന്റ്സിനും റിപ്ലൈയും കൊടുത്ത് ഫോളോ ബാക്കും ചെയ്തപ്പോൾ അജയന്റെ മെസ്സേജ് ഇൻബോക്സിലേക്ക് വന്നു. ഹായ്, ഹൗ ആർ യു? ഡു യു നോ മീ? സീൻ ചെയ്യാതെ തന്നെ ആദ്യം ആലോചിച്ചതിനു ശേഷം സീൻ ചെയ്ത് മറുപടി ടൈപ്പ് ചെയ്ത്. അജയേട്ടനെ അറിയാതിരിക്കാൻ ഞാൻ ഉഗാണ്ടയിലൊന്നുമല്ലല്ലോ ജനിച്ചത്. അജയേട്ടൻ അയർലൻഡിൽ പോയെന്ന് അച്ചു പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. സുഖാണോ? കുടുംബവും കുട്ടികളുമൊക്കെ സുഖമായിരിക്കുന്നോ? റിപ്ലൈ അയച്ചതിനു ശേഷം ആശ അതിൽ തന്നെ നോക്കിയിരുന്നതും അവിടെ സീൻ ചെയ്തതും ടൈപ്പ് ചെയ്യുന്നത് കണ്ടതും മറുപടി അറിയാനായി ചെറിയൊരു ആകാംക്ഷയോടെ തന്നെ കാത്തിരുന്നു. എനിക്ക് സുഖമാണ്. അമ്മയും അച്ഛനും അനിയനും കുടുംബവും സുഖമായിരിക്കുന്നു. എന്റെ മാരേജ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ സ്റ്റിൽ ബാച്ചിലർ ആണ്. അത് സീൻ ചെയ്തിട്ട് അത്ഭുതത്തോടെ ആശ ചോദിച്ചു. അജയേട്ടൻ കള്ളം പറയുകയല്ലേ? ഇപ്പോൾ തന്നെ വയസ്സ് 40 ആവാറായില്ലേ? ഹേയ് ഇല്ല പെണ്ണെ, സത്യമായും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എനിക്ക് 38 ആയതേ ഉള്ളൂ. നീ 2 വയസ്സ് കൂട്ടാൻ നിൽക്കണ്ട. നീ എന്നെ കുറിച്ച് തിരക്കാറില്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. അച്ചുവിനോട് തിരക്കിയിരുന്നെങ്കിൽ അവൻ പറഞ്ഞു തന്നേനെ. ഞാൻ അനിയുടെ കല്യാണത്തിന് വന്നപ്പോൾ അവനെ കണ്ടിരുന്നു. ഞാൻ എന്തിനാണ് തിരക്കുന്നതെന്ന് ആശ ചോദിച്ചതുമില്ല, അവൻ പറഞ്ഞതുമില്ല. എന്നാൽ ശരി അജയേട്ടാ, എനിക്കൊരു കോൾ വരുന്നുണ്ട്. ആശ വെച്ചിട്ട് പോയപ്പോൾ ചെറിയൊരു നിരാശയോടെ അജയൻ ഫോണിലേക്ക് നോക്കിയിരുന്നു. പഴയ നീലക്കളർ യൂണിഫോംകാരിയുടെ തന്നെ നോക്കുമ്പോൾ തിളങ്ങുന്ന കണ്ണുകൾ അജയൻ പിന്നെയും ഓർത്തെടുത്തു. അവള് കുറച്ചുകൂടി വളർന്നിട്ട് തന്റെ ഇഷ്ടവും അറിയിക്കാമെന്ന് കരുതിയിരുന്നപ്പോൾ സാഹചര്യങ്ങൾ മൂലം മനസ്സ് തുറക്കാൻ കഴിയാതെ ഇവിടെ കയറി വന്നപ്പോഴും അവൾ ചെറിയ കുട്ടിയല്ലേ, തിരിച്ചു ചെന്നിട്ട് പറയാമെന്ന കണക്കുകൂട്ടലിൽ ആയിരുന്നു. എന്നാൽ എല്ലാത്തിനെയും തെറ്റിച്ച് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ അവൾ പ്രവിയെ കല്യാണം കഴിച്ചു. പിന്നീടാണ് ഞാൻ അറിയുന്നത് അവർ 10ാം ക്ലാസ് മുതൽ പ്രണയത്തിലായിരുന്നെന്ന്. നെടുവീർപ്പോടെ അതോർത്ത് പില്ലോയും ചുറ്റിപ്പിടിച്ച് കിടക്കുമ്പോൾ അജയന്റെ മനസ്സ് ശൂന്യമായിരുന്നു. ആശ കോൾ എടുത്തതും വീണ ചോദിച്ചു. ഡി, പ്രവിയേട്ടൻ നിന്നെ വിളിച്ചായിരുന്നോ? ഞാൻ അബീക്കയെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് പറയുന്നുണ്ട്. ആലിയും വിളിച്ചിട്ട് കിട്ടില്ലെന്ന് പറയുന്നു. അവരങ്ങ് എത്തിയോ എന്നൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. നിന്റെ കയ്യിൽ ഫ്രെഡിയുടെ നമ്പർ ഉണ്ടോ? ഇല്ലടി, പ്രവി കുറച്ചു ദിവസമായി പിണക്കമല്ലേ, ഞാനും വിളിക്കാൻ പോയില്ല. നീ ഇങ്ങനെയൊക്കെ ചോദിച്ച് എന്നെ ടെൻഷൻ കേറ്റാതെ. നിൽക്ക്, ഞാൻ ഡയറിയിൽ നോക്കട്ടെ, അവിടെ നമ്പർ കാണാൻ ചാൻസ് ഉണ്ട്. ആശ ഫോൺ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പ്രവിയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഔട്ട് ഓഫ് കവറേജ് ഏരിയ പറഞ്ഞതും അകത്തേക്കോടി ഡയറി എടുത്ത് അതിൽ നിന്നും ഫ്രെഡിയുടെ നമ്പർ കണ്ടുപിടിച്ച് വെപ്രാളത്തോടെ നമ്പർ അടിച്ചതിനാൽ പലതും തെറ്റിപ്പോയി. പിന്നെയും മനസ്സിനെ ശാന്തമാക്കി കറക്റ്റായി നോക്കി അടിച്ചിട്ട് ഫോൺ ചെവിയോട് ചേർത്തു. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടപ്പോൾ തന്നെ ആശയ്ക്ക് പകുതി സമാധാനമായി. ഹലോ, ഞാൻ പ്രവീണിന്റെ വൈഫ് ആശയാണ്. ഫ്രെഡി ചായനല്ലേ? അതെ, ഫ്രെഡി തന്നെയാണ്. ആശ ടെൻഷൻ അടിക്കേണ്ട. റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ടാണ് പ്രവിയെ വിളിച്ചാൽ കിട്ടാത്തത്. ആദത്തിന്റെയും അബിയുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. അവർ അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും. വന്നാൽ ഉടനെ ഞാൻ ആശയെ വിളിച്ച് കാര്യം പറയാം. അവന് താങ്ക്സ് പറഞ്ഞ് ആശ്വാസത്തോടെ ആശ ഫോൺ വെച്ചിട്ട് കൂട്ടുകാരികളെയും വിളിച്ച് കാര്യം പറഞ്ഞതിന് ശേഷം പ്രവിയുടെ കോൾ വരാനായി കാത്തിരുന്നു. അവരുടെ കാറ് ഫ്രെഡി പറഞ്ഞ പള്ളിയുടെ മുന്നിലെത്തിയപ്പോൾ സൈഡ് ഒതുക്കി നിർത്തിയിട്ട് പ്രവി ഫോണിൽ നോക്കിയപ്പോൾ റേഞ്ച് കാണാനില്ല. ഡാ, റേഞ്ച് കിട്ടുന്നില്ലല്ലോടാ, അവനെ വിളിക്കാൻ എന്തു ചെയ്യും? നീ ശകടത്തിൽ നിന്നും ഇറങ്ങിയിട്ട് ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് പള്ളിയുടെ പടിയിലേക്ക് കയറി നിന്ന് നോക്ക്, ചിലപ്പോൾ റേഞ്ച് കിട്ടിയാലോ. ആദം പറഞ്ഞതിന് തലയാട്ടി പ്രവീൺ കാറിൽ നിന്നിറങ്ങിയപ്പോൾ അവനൊപ്പം തന്നെ അബിയും ഇറങ്ങിയിരുന്നു. ആദം നൈലയെ നോക്കി, താൻ കുറച്ച് പുറത്തിറങ്ങി നിൽക്കുന്നോ അതോ കാറിൽ തന്നെ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ ഇതിൽ തന്നെ ഇരുന്നോളാം, പുറത്ത് നല്ല തണുപ്പല്ലേ, ഇപ്പോൾ തന്നെ എനിക്ക് നല്ലതുപോലെ തണുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ താൻ ഇരുന്നോ, ഞാനൊന്ന് ഇറങ്ങി എന്റെ കാലും കൈയും നിവർക്കട്ടെ. ചെറു പുഞ്ചിരിയോടെ പറയുന്ന നൈലയെ നോക്കി അതേ ചിരിയോടെ ആദം പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി നോക്കിയപ്പോൾ തന്നെ കൂർപ്പിച്ചു നോക്കുന്ന അബിയെയും ഫോണിൽ സംസാരിച്ചിട്ട് തന്നെ നോക്കി നിൽക്കുന്ന പ്രവീണയെയും നോക്കി അവനും പള്ളിയുടെ പടികേറി. പ്രവി ഫോൺ കട്ട് ചെയ്തതും അബി ആദത്തോട് ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയിട്ടും നീ ഇറങ്ങി വരാതെ അവളുമായിട്ട് എന്തായിരുന്നു? നീ വഴിതെറ്റി പോകുമോ? എടാ പന്ന മോനെ, ചുമ്മാ ചൊറിയാൻ നിക്കല്ലേ. ഒന്നും മിണ്ടാതെ ഇറങ്ങി വരുന്നത് ശരിയല്ലാത്തതിനാൽ ഞാൻ നൈലയും കൂടി ഇറങ്ങുന്നോ എന്ന് ചോദിച്ചതാണ്.
നീ എന്തിനാണ് ആദം ചൂടാകുന്നത്? അവൻ തമാശ പറഞ്ഞതല്ലേ, നിനക്കത് ആ സെൻസിൽ എടുത്തൂടെ? എന്റെ പ്രവി, ഞാൻ സീരിയസ് ആയി പറഞ്ഞതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാനും തമാശയ്ക്ക് തന്നെ അബിയെ ചീത്ത വിളിച്ചതാണ്. അതൊക്കെ പോട്ടെ, നീ അവരെ വിളിച്ചിട്ട് എന്തായി? അവനിപ്പോൾ വരും. നമുക്കുള്ള റൂം ഇവിടെ എവിടെയോ ആണ് റെഡിയാക്കിയിരിക്കുന്നത്. അവന്റെ വീട്ടിൽ നിറയെ ആളായതിനാൽ നമുക്ക് കുളിക്കാനും റെസ്റ്റ് എടുക്കാനും സൗകര്യം കിട്ടില്ലെന്നാണ് പറയുന്നത്. നൈലയെ സംഗീതയുടെ വീട്ടിൽ എത്തിക്കുകയും വേണം. അതും മലയുടെ മുകളിൽ എവിടെയോ ആണെന്ന് പറയുന്നു. ഈ രാത്രി മലയുടെ മുകളിൽ കയറാനോ? പ്രവി പറഞ്ഞയുടനെ കണ്ണു തള്ളി ചോദിക്കുന്ന അബിയെ നോക്കി ആദം പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷമല്ലേടാ നമുക്ക് ഇതേപോലുള്ള അഡ്വഞ്ചർ ട്രിപ്പ് കിട്ടിയത്. നമുക്കത് നല്ലപോലെ എൻജോയ് ചെയ്യാമടാ. ആദം പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. പ്രവിയും സപ്പോർട്ട് ചെയ്തതും അബി പറഞ്ഞു. ഇപ്പോൾ തന്നെ തണുപ്പും കാറ്റും സഹിക്കാൻ പറ്റുന്നില്ല. അന്നരമാണ് മലയുടെ മുകളിൽ കയറുന്നത്. മനുഷ്യന് ശരീരം ചൂടുപിടിക്കാൻ എന്തെങ്കിലും കിട്ടിയെങ്കിൽ മതിയായിരുന്നു. അത് കറക്റ്റ്. പ്രവിയും ആദവും ഒറ്റ സ്വരത്തിൽ പറഞ്ഞതും അബി പറഞ്ഞു, ഇതിനെങ്കിലും നമ്മൾ മൂന്നുപേരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ടല്ലോ, എനിക്ക് അത് മതി. അവരുടെ സംസാരത്തിനിടയിൽ പ്രവീണിന്റെ ഫോൺ ബെല്ലടിച്ചതും അവൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ആശയുടെ കോള് കണ്ട് അതുവരെയുള്ള ദേഷ്യം മറന്ന് ഒരുപാട് സന്തോഷത്തോടെ പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. പ്രവിയേട്ടാ, എവിടെയാ? കുഴപ്പമൊന്നുമില്ലല്ലോ? അവിടെ എത്തിയോ? എന്റെ ആശേ, നീ ശ്വാസം വിട്ടിട്ടൊന്ന് സമാധാനത്തിൽ നിൽക്ക്. എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങൾ മൂന്നുപേരും സുരക്ഷിതമായി ഇവിടെ എത്തിയിട്ടുണ്ട്. നീ ടെൻഷൻ അടിക്കേണ്ട. മക്കൾ ഉറങ്ങിയോ? ഉറങ്ങി. നേർത്തൊരു മൂളൽ പോലെ ആശ പറഞ്ഞു. നീ ഫുഡ് കഴിച്ചോ? ആർദ്രമായി പ്രവീൺ ചോദിച്ചു. ആശ കഴിച്ചില്ലെന്ന അർത്ഥത്തിൽ ശബ്ദമുണ്ടാക്കി. അതെന്താടി ഇത്രയും സമയമായിട്ടും നീ കഴിക്കാനത്? പ്രവീണിന്റെ ചോദ്യത്തിലെ അലിവും സ്നേഹവും മനസ്സിലായപ്പോൾ നാണത്തിൽ കുതിർന്ന ചിരിയോടെ ആശ പറഞ്ഞു. ഏട്ടനെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. ഞാൻ ടെൻഷനായി പോയി. ഇപ്പോ കിട്ടിയല്ലോ, പോയി വയറ് നിറച്ച് ഭക്ഷണം കഴിക്ക്. കുറച്ച് ഗൗരവത്തോടെ പ്രവീൺ പറഞ്ഞതും ചെറുകുറുകലോടെ ആശ ചോദിച്ചു. പ്രവിയേട്ടൻ എപ്പോഴാണ് വരുന്നത്? എന്റെ പെണ്ണിന് എന്നെ കാണാൻ തോന്നുന്നു. ഇത്രയും ദിവസം ഞാൻ നിന്റെ കൂടെ തന്നെ അല്ലായിരുന്നോ? അപ്പോഴെല്ലാം മുഖവും വീർപ്പിച്ച് നടന്നതല്ലേ? പരിഭവത്തോടെ ആശ പറഞ്ഞു. പ്രവിയേട്ടനും മുഖവും വീർപ്പിച്ചല്ലേ നടന്നത്? ഇനി അതിനെക്കുറിച്ച് പറയണ്ട. കല്യാണം കൂടിയിട്ട് പെട്ടെന്ന് വരാൻ നോക്ക്, ഞാൻ കാത്തിരിക്കും. വരാടി, വേഗം വരാം. എനിക്ക് നിന്നെയും കാണാൻ കൊതിയായി. ഫോണിൽ കൂടിയാണ് പറയുന്നതെങ്കിലും അവരുടെ സംസാരം അടുത്തു നിൽക്കുന്ന ആദത്തിനും അബിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഒരിക്കലും മാറില്ലെന്ന് അവന്മാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിയോടെ കണ്ണുകൊണ്ട് കാണിച്ചു. മതിയടാ സൊള്ളിയത്. എന്റെ പെണ്ണ് നിറവയറുമായി ഞാൻ വിളിക്കാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നതായിരിക്കും. ഞാനും കൂടിയൊന്ന് സംസാരിക്കട്ടെ. അബി പറഞ്ഞത് കേട്ടയുടനെ ആശ ഫോൺ കട്ട് ചെയ്തതും അബി പ്രവിയുടെ ഫോൺ വാങ്ങി ബീനയെ വിളിച്ചു. മുത്തേ, ഇജ്ജ് വല്ലതും കഴിച്ചോടാ? അബിയുടെ സ്വരം കേട്ടതും ജീവൻ കിട്ടിയതുപോലെ ബീന പറഞ്ഞു. ഞാൻ കഴിച്ചോളാം ഇക്ക. ഇക്കയുടെ ഫോണിന് എന്തു പറ്റി? ഞാൻ എത്ര വട്ടം വിളിച്ചായിരുന്നു? ചോദിക്കുന്നതിനൊപ്പം കരയുകയും കൂടി ചെയ്യുന്ന ബീനയോട് അബി പറഞ്ഞു. എന്റെ മുത്തേ, പൊന്നെ, കനിയെ, കരയാതെടാ. നമ്മുടെ വാവയ്ക്ക് സങ്കടമാവുമെടി. ഇങ്ങനെ ചെറിയ കാര്യത്തിന് കരയാൻ പാടുണ്ടോ? എന്റെ ഫോൺ ഓഫായി പോയതാണ്. ഇജ്ജ് കാരണം എന്തെങ്കിലും വരുത്തി വെക്കാതെ എന്റെ മൊഞ്ചത്തി ഒന്ന് ചിരിച്ചേ. പോ, ഞാൻ ചിരിക്കൂല. അങ്ങനെ പറയല്ലേ പൊന്നെ, ഞാൻ നിന്റെ അബീക്കയല്ലേ. സൂക്ഷിക്കണേ, അവിടെ മലയും കുന്നും ഉള്ളതാണ്. മറിഞ്ഞു വീടല്ലേ. വെള്ളച്ചാട്ടത്തിലൊന്നും പോയി ഇറങ്ങല്ലേ. കരുതലോടെയുള്ള ബീനയുടെ സ്വരം കേട്ടപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ അബി പറഞ്ഞു. ഞാൻ എല്ലാം സൂക്ഷിച്ചോളാം. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുകയില്ല. എന്റെ ഫോൺ ഓണാക്കിയിട്ട് ഞാൻ വിളിക്കാം എന്ന് കരുതി ഉറങ്ങാതെ കാത്തിരിക്കേണ്ട. ഉറക്കം വരികയാണെങ്കിൽ ഉറങ്ങിക്കോ, ഞാൻ നാളെ വിളിക്കാം. എന്നാ ശരി ഇക്ക. എന്റെ ഇക്കാക്ക് 1000 ഉമ്മ. എന്റെ ബീനെ, മതിയടി. ഇവന്മാരൊക്കെ കേൾക്കുന്നു. എന്റെ കൺട്രോളും പോകുന്നുണ്ട്. അബി പറഞ്ഞത് കേട്ടയുടനെ എന്റെ റബ്ബേ എന്ന് വിളിച്ച് ബീന ഫോൺ കട്ട് ചെയ്തു. കട്ട് ചെയ്ത ഫോണിൽ ഉമ്മ കൊടുത്ത് അബി തലയുയർത്തി നോക്കിയപ്പോൾ രണ്ടവന്മാരുടെയും നോട്ടം കണ്ട് നാണം കൊണ്ട് ചൂളിപ്പോയി. എടാ എടാ, എത്ര ഉമ്മയാടാ? അതൊന്ന് പറഞ്ഞതാടാ. അബിയുടെ വായിൽ നിന്നും പുളിച്ചത് കേട്ടതും ചെവിയിൽ കൈയിട്ട് കറക്കി ആദം മുഖം കൊട്ടിയപ്പോൾ പ്രവി തല കുടഞ്ഞാണ് കേട്ടതിന്റെ എഫക്റ്റ് കളഞ്ഞത്. ഞാനൊന്ന് ആലിയെ വിളിക്കട്ടെ. അതും പറഞ്ഞ് അബിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ആദം ആലിയെ വിളിച്ചു. ആദത്തിന്റെ ഹലോ കേട്ടയുടനെ ആലി ഒരു നിമിഷം നിശബ്ദമായി. അവന്റെ സ്വരം ഹൃദയത്തിലേക്ക് ആവാഹിച്ചിട്ട് പറഞ്ഞു. മിസ് യുടാ. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. കഥ ഇനിയും തുടരും. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.